ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചിക്കൻ കറിയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-15 ചെറിയ വെളുത്തുള്ളിയുമാണ് ഞാൻ ചതച്ചെടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ മസാലയൊന്നും പുരട്ടിയിട്ടില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഈ മസാലയിൽ കിടന്നാണ് ഈ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പുരണ്ട് വരണം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയെല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ എണ്ണയിൽ കിടന്ന് ആ ചിക്കൻ ആ മസാലയെല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഒരുപാട് ഫ്രൈ ആവുകയല്ല ചെയ്യുന്നത്. ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റായി. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതുപോലെ ഒന്നുകൂടെ അടച്ചു വെച്ച് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കണം. ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെയാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി മസാല ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ ചിക്കനൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിലാവുമ്പം മസാലയ്ക്ക് വേറൊരു ടേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഈ എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കി മസാലയും കൂടെ ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് 3 മീഡിയം സൈസ് സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ആ ചിക്കൻ്റെ മസാലയും ഇതെല്ലാം കൂടെ ചേർന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയ്ക്ക്. ആ സവോളയൊക്കെ ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. സവോളയുടെയൊക്കെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും കൂടെയാണ് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കാം. ഞാൻ ആ എണ്ണ ഫ്രൈ ചെയ്ത എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ അഡീഷണലായിട്ട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. പൊടിയല്ല ചേർക്കുന്നത്, ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ
ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് സോയാ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. സോയാ സോസും ടൊമാറ്റോ സോസും എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കനും ആ സോസുകളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വഴറ്റണ്ട. നമ്മൾക്ക് കറി ആയി കഴിയുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ട് വേകാൻ വേണ്ടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കന് ഒരുപാട് ഫ്രൈ ആയിട്ടില്ല, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുമില്ല. നമ്മൾ ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന പരുവേ ആക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കിടന്ന് ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ വേവിനനുസരിച്ച് ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഇത് വേവിക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ആവശ്യമെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഇത്രയും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഞാൻ ഇത്തിരിയും കൂടെ ചാറ് വറ്റിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചിക്കൻ കറിയാണ് ഇത്. കുരുമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു സർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്